നടന്ന നരനായാട്ടിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഇതാണ് ദിലീപേട്ട സിനിമയിൽ കണ്ടത്. ശരിക്കുള്ള പോലീസുകാരുള്ള ആ ഒരു കൃത്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ കണ്ടിരിക്കണം. വണ്ടർഫുൾ സിനിമ, സച്ച് എ വണ്ടർഫുൾ സിനിമ. കാണണം. താങ്ക്സ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാനെന്താ, ജനപ്രിയ നായകനല്ലേ ദിലീപേട്ടൻ. സൂപ്പർ സിനിമ. സൂപ്പർ പടമായിരുന്നു. ദിലീപേട്ടൻ്റെ പടം തിരിച്ചുവരവാണ്. നല്ല മേക്കിംഗ്, നല്ല ഡയറക്ഷൻ, ക്യാമറയൊക്കെ പക്ക. പഴയ തങ്കമണിയിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ട് നല്ല പടം, നല്ല പടം. ഇഷ്ടപ്പെട്ടോ? നല്ല പടം, നല്ല എൻഗേജിങ് ആയിട്ട് ത്രൂ ഔട്ട് ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഐ റിയലി ലൈക്ക് ദിലീപേട്ടൻ ഗെറ്റപ്പ്. അടിപൊളിയായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയാൻ എനിക്കറിയില്ല, അത്രയും ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രേക്ഷകരെ പിടിച്ചിരുത്ത് യാതൊരു സംശയമില്ല. 2.5 മണിക്കൂർ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ തങ്കമണിയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെറിയ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും. താങ്ക് യു. പൊളിച്ചെടുക്കുക. അതേ സംഭവം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേ ലീഡറുടെ മകളുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു മാറ്റം ഇന്നത്തെ സിനിമ ഇറങ്ങിയ തങ്കമണി ദിവസം ചർച്ചയാവുന്നുണ്ട്. ഏറ്റവും നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർ വലിയൊരു ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ദിലീപിനെ അല്ല, ഒരു ഫാമിലി ഓറിയൻറ്റഡായ ദിലീപേട്ടനെ കാണാൻ നമുക്കിത് കഴിയും. തികച്ചും വ്യത്യസ്തമായൊരു വേഷമാണ്. കുടുംബ പ്രേക്ഷകർ ഇത് തീർച്ചയായും ഏറ്റെടുക്കും എന്ന് ഉറപ്പാണ്. നല്ല പെർഫോമൻസാണ്. ടോട്ടലി ഒരു നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം, നമ്മുടെ തലമുറ അറിയാത്തൊരു കാലഘട്ടമാണത്. അപ്പോൾ പോലീസിൻ്റെ ക്രൂരത എത്രത്തോളം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഒരു തങ്കമണി സംഭവം കണ്ടപ്പോഴേക്കും ആ ഭരണപക്ഷവും പ്രതിപക്ഷവും എങ്ങനെയാണ് ഒരു നാടിനെ ശിഥിലീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രസിദ്ധമായത്. നല്ല സിനിമയാണ്. ഇതുപോലെ സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. താങ്ക് യു. പടം ഗംഭീരം പടം, സൂപ്പർ പടം. ദിലീപേട്ടൻ്റെ ഗംഭീര പ്രകടനം. ഹലോ, ഇല്ല ചോദിക്കാൻ പറഞ്ഞ നമ്മളെല്ലാവരും ഒന്നും തന്നെയല്ലേ, പ്രേക്ഷകരും നമ്മളൊന്നുമല്ല, എല്ലാവരും നമ്മളൊക്കെ. ഭയങ്കര സന്തോഷം നിങ്ങളുടെ കൂടെ ഇരുന്ന് എന്താ പറയുക ഫസ്റ്റ് ഷോ കാണുന്നത്. ഭയങ്കര സന്തോഷം. സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകർന്നോ നമ്മളൊന്നും എല്ലാവരും ഈക്വലാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു. അപ്പം ഞാനായിട്ട് കാണുന്നു. നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്. അതെ, ഇത് ചോദിക്കാനൊന്നുമില്ല. മൈക്ക് മാറ്റുന്നത് ഞങ്ങളെന്താ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത്? ദിലീപേട്ടൻ്റെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ ഇമോഷണൽ കണക്ഷൻ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ചോദിക്കാമെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയാം. അതല്ല ഞങ്ങൾ ഉണ്ടാകുന്ന ഒരു പുതിയ ആളെന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകുന്ന ഒരു പരിഭ്രമം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഫുൾ ആദ്യമേ തന്നെ മാറ്റി വളരെ കൂളാക്കി വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഭയങ്കര ഈസിയാക്കി ചെയ്തത്. കൂടെ ഡയറക്ടറും ആ ടീമും എല്ലാം ഭയങ്കര 100 ദിവസത്തെ അധ്വാനം ഉണ്ട്. അതെനിക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ബാക്കി കാണണമല്ലോ, എല്ലാവരും കണ്ടിട്ട് പറയണം. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. കണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അത് മതി. ദിലീപേട്ടൻ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തോട് അഭിനയിക്കുന്നത്. നമ്മളൊക്കെ ഒരു തുടക്കക്കാരനാണല്ലോ. അപ്പോൾ പുള്ളിയുടെ നമുക്ക് അങ്ങനൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ ഭയങ്കര കംഫർട്ട് സോണിലാണ് ഡയറക്ടറായാലും ദിലീപേട്ടനായാലും ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തി എല്ലാം ചെയ്യിച്ചത്. വളരെ കൂളായിരുന്നു. ഭയങ്കര രസമായിരുന്നു. വളരെ രസകരമായൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ പടം കണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അത് മതി. പ്രേക്ഷകരായിട്ട് ഓഫ്കോഴ്സ് എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ. ഭയങ്കര സന്തോഷം ടീമിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമ കണ്ടതിൽ. പിന്നെ ഒബിയസ്ലി ഒരു പെയിൻ ഉണ്ട് ആ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും. കുറച്ച് ഇമോഷണലായി ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഞാൻ ആ ഇൻസിഡൻസ് മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. പിന്നെ ദിലീപേട്ടൻ ഉറപ്പായിട്ടും. താങ്ക് യു. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ചെല്ലുമ്പോഴാണ് അവരൊരു കമൻറ്റ് ചെയ്യുകയും ഇപ്പോൾ കാണുന്ന പോലെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്.
ആക്ഷൻ ഹീറോ കൂടിയാണ്, അതേസമയം ഫാമിലി സിനിമയാണല്ലോ. ഒരു ഫാമിലി നിർത്തി നമ്മൾ പറയുന്ന ഫാമിലി ഇമോഷന്, ഫാമിലി ഡ്രാമയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാത്തരം ആളുകൾക്കും, പ്രത്യേകിച്ച് ഫാമിലി ആളുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ പടം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫാമിലികൾ വരട്ടെ, കാണട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ. പഠിക്കേണ്ട പടമാണ്. ഒരു തവണ കൂടെ വരുമോ പടം കാണാൻ? അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വന്നൊന്നിരിക്കും, ചിലപ്പോൾ വന്നില്ല. ഞങ്ങൾ പോട്ടെ. ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇടയ്ക്കൊക്കെ വരിക. ശരി, നല്ല പടം, സൂപ്പർ. സിനിമ ഇഷ്ടമായോ? ഇഷ്ടമായി ദിലീപിന്റെ ഒക്കെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീപേട്ടന്റെ അഭിനയം ഉണ്ടായിരുന്നു. ഞങ്ങളതിന് ശരിക്കൊന്നും ആൾക്കാരൊന്നും കണ്ടൊന്നുമില്ല. ഞങ്ങൾ പോട്ടെ കേട്ടാ. ശരി. അറിഞ്ഞും ഒക്കെയുള്ള ഒരു അനുഭവങ്ങളേ ഉള്ളൂ. ഇങ്ങനെ നമ്മളിതിങ്ങനെ ഒരു സംഭവം ഒരു സിനിമയായി വരുമ്പോൾ ഉള്ള കുറേ പ്രതീക്ഷകളുണ്ട്. പക്ഷേ എനിക്കിതിൽ ഏറ്റവും അധികം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നത് നമ്മൾ ഇത്രയും ഒരു സ്ക്രീനിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഫീലിങ്സോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കഥകൾ ഇനിയും ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള എല്ലാ സിനിമകളും വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ റിയൽ സ്റ്റോറി സിനിമകളാണല്ലോ. അപ്പോൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മാത്രമല്ല ദിലീപേട്ടനെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് ദിലീപേട്ടൻ്റെ ആ മേക്ക് ഓവറൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് ആ മേക്കപ്പ് മാൻ, ക്യാമറമാൻ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സിനിമ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതെല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. പിന്നെ ദിലീപേട്ടൻ്റെ ആ രണ്ട് രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ്, രണ്ട് തരത്തിലുള്ള കാലഘട്ടത്തിൽ ഭയങ്കര രസമായി തോന്നി. അപ്പോൾ ഇങ്ങനെ ഇനിയും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങൾ വരട്ടെ. ഉടലിന് ശേഷമുള്ള രതീഷിൻ്റെ ഒരു മികച്ച പടം. പിന്നെ അതിൻ്റെ ആ ഒരു പാട്ടുണ്ട്, അത് പടം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട്, അത് തിയേറ്ററിൽ കേൾക്കുമ്പോഴുള്ള ആ ഒരു ഫീല് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ്. പിന്നെ മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിക്കും ഭംഗിക്കും ആ സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടമായിട്ട് തങ്കമണി മാറട്ടെ. എങ്ങനെയുണ്ട് ബോഡി ലാംഗ്വേജ്, പ്രത്യേകിച്ച് പ്രേമം ഉള്ള സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ? എല്ലാം മാറി വരുന്നുണ്ട് കറക്റ്റായിട്ട്. ഇപ്പോൾ ലവ് സ്റ്റോറി വരുമ്പോൾ അതിൻ്റേതായ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ഷൻ ഹീറോ പക വീട്ടുന്ന ആ ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ്. ക്ലൈമാക്സ് കണ്ട് തന്നെ ഓരോരുത്തരും വിലയിരുത്തട്ടെ, അതല്ലേ നല്ലത്. അടക്കം തന്നെയാണ് കാണാൻ സാധിച്ചത്. ദിലീപ് എന്ന നടൻ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ മികച്ചൊരു കഥാപാത്രമായിട്ട് തന്നെ ഇതിൽ ജീവിക്കുകയായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളും അവരവരുടെ റോളുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ വർക്കായാലും BGM ആയാലും മ്യൂസിക് ആയാലും അതേപോലെയുള്ള അതേപോലെ കഥ നടന്ന സംഭവം അത് കൈയടക്കത്തോടുകൂടി സംവിധായകൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. അതിൽ ദൈവത്തോടും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നല്ല കുട്ടിയല്ലേ, നിങ്ങളെല്ലാവരും കൂടെ അല്ലേ കണ്ടേ? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല, കാണണം, ഇനി കാണണം. നിങ്ങളുടെ അഭിപ്രായം? നീ കണ്ടാ? കണ്ടു നന്നായിട്ടുണ്ട്. അത് തന്നെ, നല്ലൊരു മൂവിയാണ്. ഒരു നാടിൻ്റെ കഥ പറയുന്ന മൂവിയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ മനസ്സിൽ കണ്ട് കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ പ്രേക്ഷകരെ കണ്ടു നിന്നപ്പോൾ കരയുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, പ്രേക്ഷകരോടൊപ്പം ഇരുന്നാലും ഞാനല്ലേ കണ്ടത്. അതായത് പ്രേക്ഷകരും നമ്മളും എല്ലാം ഈക്വലാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനൊരു അഭിനേതാവ്, അത് കഴിഞ്ഞ് കാണുമ്പം എൻ്റെ വിഷ്വലും നമ്മളെല്ലാം ഒരു ഞാനിപ്പോഴാണ് നിങ്ങളുടെ ഒപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു നാടിൻ്റെ കഥ പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രേക്ഷകരെ നമ്മളെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഈക്വൽ. ഞാൻ എൻ്റെ കണ്ണിൽ എൻ്റെ മനസ്സിലും തോന്നുമല്ലോ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നിട്ട് കാണാതെ വന്ന് ചോദ്യം ചോദിക്കുന്നു. അടുത്ത മൈക്കെന്ന് രണ്ടാമത്തെ ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാനുള്ള. ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. രണ്ടാമത്തെ മൂവിയാണ് വോയിസ് ഓഫ് സിറ്റിസൺ, തങ്കമണിയും. അങ്ങനെ നമ്മൾ ദിലീപേട്ടൻ ഒരുപാട് സിനിമ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നും 1986 അതേ കഥ വ്യത്യസ്ത നിറഞ്ഞ രീതിയിലാണ് ആസ്വദമാക്കിയിരിക്കുന്നത്. ദിലീപേട്ടന് മാസ് പറ്റില്ലെന്ന പ്രേക്ഷകർക്കുള്ളൊരു തിരിച്ചുള്ള മറുപടിയാണ്
ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റാണ്, അഡാറ് ഫൈറ്റാണ്. ഇതുവരെ നമ്മൾ കണ്ടു മറന്ന ഇപ്പോൾ കാരിസൻ, മിസ്റ്റർ മെരുവൻ പോലുള്ള സിനിമകളിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കോമഡി പടമാണെന്ന രീതിയിൽ തള്ളപ്പെട്ടു. പക്ഷേ അതിനൊക്കെയുള്ള ചുട്ട മറുപടിയാണ്. കോമഡി നടന്നതുപരി മിമിക്രിക്കാരെന്നതുപരി ദിലീപേട്ടൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപരി ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ മാസ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു രക്ഷയില്ലാത്ത ഒരു തീ പാറുന്ന ഒരു രോമാഞ്ച അഭിനയം തന്നെ പറയാം. തങ്കമണി ആറാടി.